ആവിയിൽ വെറും 15 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1.5 കപ്പ് വറുത്ത നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിവിടെ ഏകദേശം 2.5 കപ്പ് വെള്ളം എടുത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നനവെത്തുന്ന രീതിക്ക് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊരല്പം സ്റ്റിക്കി ആയിട്ടുള്ള കൂട്ടായിട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. 2.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ഏകദേശം 2 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു പൊടിയുടെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് കുഴഞ്ഞ കൂട്ടാകുന്ന രീതിക്ക് വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കൂട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളിത് എത്ര നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അട കിട്ടും. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും അതിൻ്റെ ചൂട് മാറി കിട്ടിക്കോളും. നേരത്തെ പറഞ്ഞതുപോലെ 2 കപ്പ് വെള്ളമാണ് എനിക്കിതിലേക്ക് കുഴക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നത്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു നെയ്യിൽ തേങ്ങ വറുത്തെടുത്ത് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു അടയുടെ ഫില്ലിങ് നല്ലൊരു ടേസ്റ്റ് ആയിട്ടാണ് വരിക. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരുപാട് അങ്ങനെ തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ആ ഒരു നെയ്യിൽ ഒന്ന് വറുത്തെടുത്ത് കഴിയുമ്പോൾ ആ ഒരു നെയ്യുടെ രുചി കൂടെ വരുമ്പോൾ ഈ ഒരു അടയുടെ ഫില്ലിങ്ങിന് വേറെ തന്നെ ഒരു രുചിയാണ്. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കരയിൽ അഴുക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര പാനിയാക്കിയിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ചേർത്തിട്ടില്ല. ഏകദേശം 1 ടീസ്പൂണോളം വെള്ളം ബാക്കിയാക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കര പാനിയാക്കി എടുക്കുന്നതാണെങ്കിൽ ഈ ഒരു വെള്ളം നമ്മൾ ശർക്കര പാനിയാക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കൂ, എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആ ഒരു വെള്ളപ്പറ്റ് നന്നായിട്ടൊന്ന് മാറി കിട്ടുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഈ ഒരു പാകത്തിനാണ് നമ്മളുടെ ഫില്ലിങ് വേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അട ഉണ്ടാക്കുമ്പോൾ പുറത്തേക്ക് നല്ലപോലെ ശർക്കര ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളുടെ കൂട്ടും ആ ഒരു ഫില്ലിങ് റെഡിയാക്കുന്ന അത്ര സമയം മാത്രം ഞാനിവിടെ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ടിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. കൂട്ട് ഈ ഒരു പാകത്തിനാട്ടോ ഉള്ളത്. ഒരല്പം കയ്യിലൊക്കെ പറ്റി പിടിക്കുന്ന ആ ഒരു പാകത്തിനാണ് ഉള്ളത്. ഇനി ഇത് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് കൈ തൊടാനായിട്ട് കുറച്ച് വെള്ളം നേരത്തെ കരുതി വെക്കുക. നല്ല വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇലയാണ്. അപ്പോൾ ഇതാ ഇല ഞാൻ എടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ നല്ലപോലെ തുടച്ച് കളയുന്നുണ്ട്. ഈ ഒരു ഇല നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അത് വാട്ടിയെടുത്തതാണോ എന്നൊക്കെ തോന്നുന്നുണ്ടാകും. വാട്ടിയെടുത്തതൊന്നും അല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് ചുരുണ്ടു പോയതാണ്. അപ്പോൾ അതാ ഇലയിലേക്ക് നമുക്ക് ആവശ്യത്തിന് കൂട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. കൈ ഒരല്പം വെള്ളത്തിലാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കയ്യിലൊന്നും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കില്ല. അതിനുശേഷം ഇത് നല്ല നേർത്ത് തന്നെ പരത്തിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കൈ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് ആ ഒരു വെള്ളം നല്ലപോലെ കയ്യിൽ നിന്ന് മാറ്റിയിട്ട് വേണം തൊടാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളത്തോടെ തൊടരുത്. കയ്യിലൊരല്പം വെള്ളപ്പറ്റ് വേണം. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല നേർത്ത് തന്നെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് നല്ല പോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം നിരത്തി വെച്ച് കൊടുത്താൽ മതി. നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു പാകത്തിന് നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു അളവിൽ ഏകദേശം 8 അടയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. ചെറിയ അടയാട്ടോ ഉദ്ദേശിക്കുന്നത്. വലുതൊക്കെ ആണെങ്കിൽ 6 പറ്റുന്നുണ്ടാവുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ആവി കയറ്റി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഇതുപോലെ ഇലകൾ ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഇഡ്ലിത്തട്ടും കൂടെ വെച്ചിട്ടാണ് ഈ ഒരു ഇലകൾ ഇറക്കി വെക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ടച്ച് ആവാണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ 15 മിനിറ്റ് ആകുമ്പോഴേക്കും എല്ലാ അടയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നോളും.
ഒരുപാട് സമയം നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കില്ല. ഈ ഒരു രീതിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വാഴയുടെ ആ ഒരു തണ്ട് വെച്ചിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതാണ് എനിക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പോൾ 6 അട ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ച് കൊടുത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരം ആവി കയറ്റി എടുത്താൽ മതി. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളുടെ എല്ലാ അടയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ആ ഒരു ഇലയിൽ നിന്നും ഒട്ടും പറ്റിപ്പിടിക്കാതെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു അട പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള നമ്മളുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല പോലെ തന്നെ ഫില്ലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അട നല്ല നേർത്ത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിപ്പോൾ ഞാനിപ്പോൾ പൊട്ടിച്ച് തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.